ഈ വീഡിയോ പരീക്ഷയെ നേരിടാൻ പോകുന്നവർക്ക് വേണ്ടിയാണ്. പരീക്ഷ പേടി എങ്ങനെ മാറ്റാം? പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ ടെൻഷൻ അടിക്കുന്നവരാണല്ലോ നമ്മൾ. എന്നാൽ എങ്ങനെ ഈസിയായി പരീക്ഷയെ നേരിടാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്കടുത്ത് എത്തട്ടെ. പരീക്ഷയെ എങ്ങനെ ഈസിയായി നേരിടാം എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പരീക്ഷയെ ഒരിക്കലും പേടിക്കേണ്ടതില്ല. കാരണം പരീക്ഷയും പഠനത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുക. പരീക്ഷ പേടിയെ എക്സാം ഫോബിയ, എക്സാം ഫിയർ എന്നെല്ലാമാണ് പറയുന്നത്. പരീക്ഷയെ എപ്പോൾ നിങ്ങൾ പേടിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ സ്ട്രെസ്സ് കൂടാൻ തുടങ്ങുന്നു. സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസി കുറഞ്ഞു വരുന്നു. അതായത് നമ്മുടെ കാര്യക്ഷമത കുറഞ്ഞു വരുന്നു എന്നർത്ഥം. യഥാർത്ഥത്തിൽ വേണ്ടത് പരീക്ഷയെ പേടിയല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്ത ബോധമുള്ളവരായി നമ്മൾ മാറുകയാണ് വേണ്ടത്. ഉത്തരവാദിത്ത ബോധമുള്ളവനായി ഒരു വ്യക്തി മാറണമെങ്കിൽ ജീവിതത്തിൽ അയാളിൽ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഉയർന്ന ലക്ഷ്യബോധം ഉള്ളവർക്ക് പരീക്ഷയെ പേടിയുണ്ടാവില്ല. കാരണം ഉദാത്തമായ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള പടവുകൾ മാത്രമാണ് പരീക്ഷ. കാല് കഴയ്ക്കാതെ, തൊണ്ട വരളാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമോ നിങ്ങൾക്ക്? കാട്ടിലെ രാജാവാണ് സിംഹം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കാട്ടിലെ ഏറ്റവും വലിയ മൃഗം സിംഹമാണോ? ഏറ്റവും ശക്തി കൂടിയ മൃഗം സിംഹമാണോ? ഏറ്റവും നല്ല ഓട്ടക്കാരൻ സിംഹമാണോ? ഒന്നുമല്ല. എന്നിട്ടും സിംഹമാണ് കാട്ടിലെ രാജാവ്. എന്തുകൊണ്ട്? തൻ്റെ കഴിവിലുള്ള അതിൻ്റെ വിശ്വാസം, അതിൻ്റെ ലക്ഷ്യബോധം. കൃത്യമായ അതിൻ്റെ ലക്ഷ്യബോധവും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള അതിൻ്റെ കഴിവിലുള്ള വിശ്വാസവുമാണ് കാട്ടിലെ മറ്റു മൃഗങ്ങളിൽ നിന്ന് സിംഹത്തെ വേറിട്ട് നിർത്തുന്നത്. സിംഹം കാട്ടിലെ ഒരു മൃഗത്തെ വേട്ടയാടാൻ ലക്ഷ്യമിട്ടാൽ അതിനെ മാത്രമേ വേട്ടയാടൂ. മറ്റേത് മൃഗം തൻ്റെ മുന്നിൽ വന്നു പെട്ടാലും താൻ ലക്ഷ്യമിട്ടതിന് നേരെ മാത്രമേ അത് കുതിക്കൂ. ഇരയെ വീഴ്ത്തുന്നത് വരെ അതിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇവിടെ പഠനം, പരീക്ഷ എന്നതെല്ലാം ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ഒരു പ്രക്രിയ മാത്രമാണ് പരീക്ഷ. എന്നിട്ടും പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങളിപ്പോഴും കൃത്യമായ ലക്ഷ്യബോധത്തിൽ എത്തിയിട്ടില്ല എന്നാണ് അതിന് കാരണം. നമ്മൾ ഒന്ന് ലക്ഷ്യം വയ്ക്കുമ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള കഴിവ് നമ്മൾക്കുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ കഴിവ്, ആ കഴിവിലുള്ള നിങ്ങളുടെ വിശ്വാസം, അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു കഴിവുമില്ലാതെ ഈ ലോകത്താരും ജനിക്കുന്നില്ല. എന്നാൽ എല്ലാ കഴിവുകളോടും കൂടിയും ഈ ലോകത്താരും ജനിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയുക, അതിൽ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ പ്രചോദനമാണത്. പരീക്ഷ പേടിക്കുള്ള മറ്റൊരു പ്രധാന കാരണം ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ആണ്. അതായത് വേണ്ടത്ര ഒരുക്കമില്ലാതെ പരീക്ഷ എഴുതാൻ പോവുക എന്നുള്ളത്. പരീക്ഷ നന്നായി എഴുതണമെങ്കിൽ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യണം. അതായത് ഏത് ചോദ്യം ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും ഇന്ന രീതിയിൽ ഉത്തരം എഴുതും എന്ന കൃത്യമായ ധാരണ പരീക്ഷ എഴുതുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണെങ്കിലോ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിന് പഠിക്കുന്ന പാഠത്തിലെ കണ്ടന്റിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. അതോടൊപ്പം ആ പാഠത്തെക്കുറിച്ച് ഒരു ചെറിയ ആമുഖം മനസ്സിൽ സ്വയം രൂപപ്പെടുത്തി വയ്ക്കുക. ഏത് ചോദ്യം ഏത് തരത്തിൽ ചുരുക്കി എഴുതേണ്ടതാണെങ്കിലും നീട്ടി എഴുതേണ്ടതായാലും ആ ആമുഖവും കണ്ടൻറ്റും കൃത്യമായി എഴുതുന്നത് എങ്ങനെ എന്നൊരു ധാരണ ഓരോ
പാഠത്തെക്കുറിച്ചും മനസ്സിൽ രൂപപ്പെടുത്തി വച്ച ശേഷം പരീക്ഷയെ നേരിട്ട് നോക്കൂ. അതുപോലെ കൃത്യമായ ഒരു പ്ലാനിംഗ് ഓരോ പാഠത്തെക്കുറിച്ചും ഉണ്ടാക്കി വയ്ക്കുക. അതിൽ മൈ പ്ലാൻ എന്നൊരു ചാർട്ട് ഉണ്ടാക്കി വയ്ക്കുക. അതിൽ ഓരോ പാഠത്തിലെയും പോയിന്റുകൾ പ്ലാൻ ചെയ്ത് കുറിച്ച് വയ്ക്കുക. എന്നിട്ട് 1 by 1 ആയി എഴുതി പെട്ടെന്ന് കാണുന്ന വിധത്തിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കുക. അത് ഓരോ ദിവസവും ഫോളോ ചെയ്യുക. നല്ല പ്ലാനിങ്ങും നല്ല പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് കൂടുമ്പോൾ പേടി കുറയും. നന്നായി പാഠങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക എന്നല്ല. വായിക്കുന്ന കാര്യങ്ങൾ എന്തോ അത് കൃത്യമായി മനസ്സിലാക്കി വിഷ്വലൈസ് ചെയ്ത് വയ്ക്കുക. പാഠങ്ങൾ വെറുതെ വായിച്ചാൽ പോരാ, കണ്ട് വായിക്കണം. ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ആ പാഠം ഒരു സ്ക്രീനിൽ എന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ തെളിയണം. നമ്മൾ പറയാറുണ്ട്, കണ്ണുള്ളവരെല്ലാം കാര്യങ്ങൾ കാണണമെന്നില്ല. വെറുതെ നോക്കി വായിച്ചാൽ പോരാ, വായിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ കഴിയണം. നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയണം. അപ്പോൾ പരീക്ഷയെ നിങ്ങൾക്ക് ഈസിയായി നേരിടാം. അതുപോലെ പരീക്ഷാ സമയങ്ങളിലാണ് പലതരത്തിലുള്ള അനാവശ്യ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അവ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. അലസരായിരിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് എപ്പോഴും തിരക്കുള്ള വ്യക്തികളായി നിങ്ങൾ മാറുക. അതുപോലെ പരീക്ഷയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ പൂർണ്ണമായിട്ടും മാറ്റുക. കുട്ടിക്കാലം മുതലേ ആരെല്ലാമോ പറഞ്ഞ് പരീക്ഷ എന്നത് നമ്മുടെ മനസ്സിൽ ഒരു ഭീകര ജീവിയായി മാറിയിട്ടുണ്ട്. അത് അങ്ങനെ അല്ല എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ചിലപ്പോൾ ആവശ്യമായ രീതിയിലുള്ള പ്രോത്സാഹനം, മോട്ടിവേഷൻ വീട്ടിൽ നിന്നോ സ്കൂളുകളിൽ നിന്നോ കിട്ടാത്ത കുട്ടികളിൽ പരീക്ഷ എന്നത് ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർ ക്ലാസ്സുകളിൽ മോട്ടിവേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ബോധ്യപ്പെടുത്തുക. നമ്മുടെ കഴിവിനെ മനസ്സിലാക്കാതെ നമ്മുടെ കഴിവുകൾക്കപ്പുറം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് പലപ്പോഴും പരീക്ഷാർത്ഥികളിൽ പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് അത്തരം രക്ഷിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മാത്രം അവരിൽ നിന്ന് കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ അവരിൽ നിന്ന് അവരുടെ കഴിവിനപ്പുറം പ്രതീക്ഷിക്കുന്നു എന്ന ചിന്ത അവരിൽ ഉള്ളതുപോലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ എത്തിച്ചേക്കാം. ക്ലാസ്സിലുള്ള മറ്റ് കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിൽ കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 50 പേരും ഒരുപോലെ ഉള്ളവരല്ല. അവരിൽ നിന്ന് ഒരിക്കലും ഒരേപോലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു ടീച്ചർ ഒരുപോലെയാണ് ഈ 50 പേർക്കും ക്ലാസ് എടുക്കുന്നത്. എന്നാൽ അവർ ഗ്രഹിക്കുന്നത് ഒരുപോലെയല്ല. അവരുടെ കഴിവുകൾ അവർ പ്രകടിപ്പിക്കുന്നതും ഒരുപോലെയല്ല. എവരി ഇൻഡിവിജ്വൽ ആർ യുണീക്ക് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അവിടെ നിങ്ങളുടെ ഒരു ചെറിയ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിൻ്റേതാവാം, രക്ഷിതാക്കളുടേതാവാം. ഈ ലോകം കീഴടക്കാൻ അവർക്ക് എളുപ്പം കഴിഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്ക് മതി, ഒരു നോട്ടം മതി, ഒരു ചിരി മതി അവരെ അതിന് പ്രാപ്തരാക്കാൻ. മക്കളുടെ പരീക്ഷാ സമയങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.